കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവൈരലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 11 അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാതിൽക്കലിരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു. കർത്താവിൻ്റെ കോപം ആളിക്കത്തി, മോശയ്ക്ക് നീരസം ജനിച്ചു. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട്? ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുലകുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചുകൊണ്ടു പോകുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത്? പ്രിയമുള്ളവരെ, വളരെ പരിഭവം നിറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇസ്രായേൽ ജനം മുഴുവൻ മറ്റുള്ള ആളുകൾ പറയുന്നതിനനുസരിച്ച്, അവരുടെ ദുരാഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ദൈവത്തെ കുറ്റം പറയാനായിട്ട് ആരംഭിച്ചു. ദൈവം കൊടുത്ത പ്രാഥമികമായ ആവശ്യങ്ങളുടെ സംതൃപ്തിക്കെതിരായി അവർ കർത്താവിനെതിരെ പിറുപിറുക്കുകയും ദൈവസന്നിധിയിൽ ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ആ ദൈവികമായ പദ്ധതി, ദൈവം നൽകുന്ന ആയുസ്സ് നീട്ടുവാനും നിലനിർത്തുവാനും ദൈവം നൽകുന്ന നല്ല കാര്യങ്ങൾക്ക് മനസ്സിൽ നല്ലത് പറയാതെ അതിനെതിരെ തിന്മ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഇസ്രായേൽ ജനം മറ്റുള്ളവരുടെ പ്രേരണയ്ക്കനുസൃതമായി ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു ചതിയാണ്. കാരണം മറ്റുള്ളവർ പല കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ നാമും അതിന് വശംവദരാകുവാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അങ്ങനെ ജനം മോശയോട് നിലവിളിച്ചു. അവർ സ്വന്തം കൂടാരവാതിൽക്കൽ ഇരുന്ന് വിലപിക്കുന്നത് മോശ കേൾക്കുകയും ചെയ്തു. അപ്പോൾ മോശയുടെ കോപം ആളിക്കത്തുകയും ഈ ജനത്തെ ഇങ്ങനെ കൊണ്ടുപോകുവാൻ, ഒരു കുഞ്ഞിനെ അമ്മ എളിയിലിരുത്തി വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഒരു കുഞ്ഞിനെ അത്രമാത്രം പരിപാലിക്കുന്ന അതേ ശ്രദ്ധയോടുകൂടി ഞാൻ എന്തിനാണ് ഇവരെ വഹിച്ചുകൊണ്ട് പോകുന്നത് എന്ന് മോശ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് മോശ ദൈവത്തോട് പറയുകയാണ്, എന്നോട് കൃപ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത്ര കഠിനമായി അങ്ങ് എന്നോട് ചിന്തിക്കുന്ന എന്തുകൊണ്ട്? എത്രമാത്രം ഭാരമാണ്, ഒരു മാനസിക ഭാരം. ഇത് താങ്ങുവാനുള്ള ശക്തി എനിക്കില്ല, ഇത് മുഴുവൻ താങ്ങുവാൻ ഞാൻ ശക്തനല്ല എന്ന് പറഞ്ഞ് മോശ വിലപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകുവാൻ മോശ തയ്യാറാണ്. പക്ഷെ കൂടെയുള്ള ആളുകൾ പരിഭവിക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മയിൽ നാം ആയിരിക്കുമ്പോൾ ആ കൂട്ടായ്മയുടെ ആവശ്യങ്ങളെ പലപ്പോഴും നമുക്ക് തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അതൊരു പരമാർത്ഥമാണ്. നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ആ ഒരു ദൈവ കൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് നാം പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു മനസ്സ് നൽകപ്പെടുന്ന സാഹചര്യങ്ങളെ സ്വീകരിക്കുവാനും പ്രത്യേകിച്ച് നേതൃത്വത്തിൽ നിൽക്കുന്നവരെ ഭാരപ്പെടുത്താതിരിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. നമ്മുടെ അസ്വസ്ഥതകൾ നാം പൊതുവായി പറയുമ്പോൾ അതിൽ വേദനിക്കുന്നവരും അസ്വസ്ഥപ്പെടുന്നവരുമായിട്ടുള്ളവർ ധാരാളമുണ്ട് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. കർത്താവ് നൽകുന്ന കാര്യങ്ങൾക്കെതിരെ തിന്മ പറയാതിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.